നമസ്കാരം. തലസ്ഥാന നഗരിയുടെ നഗരസഭയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന പിൻവാതിൽ ഇടപാടുകളും അധികാര ദുർവിനിയോഗവും ഓരോന്നായി വെളിച്ചം കാണുകയാണ്. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കമലേശ്വരം കൺവെൻഷൻ സെന്റർ കരാർ അഴിമതിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ പുതിയ കൊടുങ്കാറ്റ് ഉയർത്തുന്നത്. സ്വന്തം ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും കരാർ മറിച്ചു നൽകാൻ നിയമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി നടത്തിയ ഈ നീക്കത്തിൽ മേയർ വി രാജേഷ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഴിമതിയുടെ ദുർഗന്ധം വമിക്കുന്ന ഫയലുകൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്നത് സാധാരണക്കാരന്റെ നികുതി പണം എങ്ങനെയാണ് സഖാക്കൾ പങ്കിട്ടെടുത്തത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അഴിമതിയുടെ തിരക്കഥ ഇങ്ങനെ: ധനകാര്യ സമിതിയെ വെട്ടിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗം വഴി തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള ഏതൊരു ആസ്തിയും കരാർ നൽകുന്നതിനും ലേലം ചെയ്യുന്നതിനും വ്യക്തമായ ചട്ടക്കൂടുണ്ട്. നഗരസഭയുടെ ധനകാര്യ സ്ഥിരം സമിതി ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഴിയായിരിക്കണം ഇത്തരം നീക്കങ്ങൾ നടക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ സമിതിയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നത് ആര്യ രാജേന്ദ്രന്റെയും സംഘത്തിന്റെയും ഉറക്കം കെടുത്തി. BJP ഭൂരിപക്ഷമുള്ള സമിതിയിൽ ഫയൽ എത്തിയാൽ തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലാക്കിയവർ അഴിമതിക്കായി പുതിയൊരു ബൈപ്പാസ് റോഡ് നിർമ്മിച്ചു. നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ആയുധമാക്കിയാണ് മുൻ മേയർ ഈ അട്ടിമറി നടത്തിയത്. ധനകാര്യ സമിതിയെയും കൗൺസിലിനെയും പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗം വഴി വളഞ്ഞ വഴിയിലൂടെ കരാർ നടപടികൾ പൂർത്തിയാക്കി. ഇത് വ്യക്തമായ ആസൂത്രണത്തോടെ BJP അംഗങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നത് ഭരണപക്ഷ അംഗമായ VG ഗിരികുമാർ പറയുന്നു. കൂടാതെ അടുത്ത നടപടി മിന്നൽ വേഗത്തിൽ ഫയൽ നീക്കം ചെയ്തതാണ്. സർക്കാർ ഓഫീസുകളിൽ ഒരു ഫയൽ നീങ്ങാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പതിവ്. എന്നാൽ കമലേശ്വരം കരാറിന്റെ കാര്യത്തിൽ കണ്ടത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വേഗതയാണ്. സാധാരണഗതിയിൽ മാസങ്ങളെടുത്ത് പരിശോധിക്കേണ്ട സാങ്കേതികവും നിയമപരവുമായ വശങ്ങൾ വെറും മണിക്കൂറുകൾക്കുള്ളിൽ 5 ഉദ്യോഗസ്ഥർ കണ്ടു തീർത്തു ഒപ്പിട്ട് നൽകി. എന്തായിരുന്നു ഈ ധൃതിക്ക് പിന്നിൽ? കൃത്യമായ ലേല നടപടികൾ വന്നാൽ പാർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് കരാർ ലഭിക്കില്ല എന്ന ഭയമായിരുന്നു ഈ വേഗത്തിന് പിന്നിലെന്നത് വ്യക്തമാണ്. നഗരസഭയുടെ ഭരണത്തലവനായ സെക്രട്ടറി പോലും ഫയൽ കണ്ടില്ല എന്നത് ഇതിലെ ക്രമക്കേട് അടിവരയിടുന്നു. സെക്രട്ടറിയെ പോലും മറികടന്ന് ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഉദ്യോഗസ്ഥർ ഈ അഴിമതിക്ക് കുടപിടിക്കുകയായിരുന്നു. 5 ഉദ്യോഗസ്ഥർ ഈ പാതിരാ ഫയലിൽ ഒപ്പിടുമ്പോൾ അവർ നഗരസഭയുടെ താല്പര്യങ്ങളല്ല, മറിച്ച് AKG സെന്ററിലെ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കിയത്. കമലേശ്വരം കൺവെൻഷൻ സെന്റർ പോലുള്ള ഒരു വലിയ ആസ്തിയുടെ കരാർ നൽകുന്നതിൽ വഴിവിട്ട നീക്കങ്ങൾ നടന്നുവെങ്കിൽ അതിനു പിന്നിൽ കോടികളുടെ സാമ്പത്തിക ലാഭം ആരെങ്കിലും കൊയ്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. കരാർ ലഭിച്ച വ്യക്തിക്കും സ്ഥാപനത്തിനും മുൻ ഭരണസമിതിയിലെ ഉന്നതരുമായുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം. പാവപ്പെട്ടവന്റെ ക്ഷേമത്തിനായി വിനിയോഗിക്കപ്പെട്ട നഗരസഭാ ഫണ്ട് സ്വന്തം കീശയിലേക്ക് എത്തിക്കാൻ നടത്തിയ ഈ വിദ്യയിൽ വിജിലൻസ് അന്വേഷണം വരെ ആവശ്യമാണെന്ന നിലപാടിലാണ് ഭരണസമിതി. മുൻപ് തിരുവനന്തപുരം നഗരസഭയെ നാണം കെടുത്തിയ കത്തയക്കൽ വിവാദം നമ്മൾ കണ്ടതാണ്. പാർട്ടിക്കാരെ നിയമിക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് മേയർ നേരിട്ട് കത്തയച്ച സംഭവം ആര്യ രാജേന്ദ്രന്റെ വിശ്വസ്തതയെ തകർത്ത ഒന്നായിരുന്നു. അതിന്റെ തുടർച്ചയായി വേണം ഈ കരാർ അഴിമതിയും കാണാൻ. അധികാരം ഉപയോഗിച്ച് നഗരസഭയെ പാർട്ടിയുടെ പോഷക സംഘടനയാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. നഗരസഭയിൽ അഴിമതി വെച്ചു പൊറുപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് മേയർ വി രാജേഷ്. ഈ ഗുരുതരമായ ആരോപണം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോർപ്പറേഷൻ സെക്രട്ടറി ബിനിയാണ് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഫയലുകൾ എങ്ങനെയൊക്കെ നീക്കി, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ചരട് വലിച്ചത്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ എന്ത് റോളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാകും. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് വി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. നഗരസഭയുടെ സ്വത്ത് കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന BJPയുടെ പ്രഖ്യാപനത്തിനുള്ള തെളിവ് കൂടിയാണ് ഈ അന്വേഷണം. അഴിമതി നടക്കുമ്പോൾ മൗനം പാലിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. നഗരസഭയുടെ ആസ്തിയെക്കുറിച്ച് ശ്വേതപത്രം പുറത്തിറക്കണമെന്ന KS ശബരിനാഥ് ആവശ്യപ്പെടുന്നുണ്ട്. അനധികൃത നിയമനങ്ങളും കരാറുകളും പരിശോധിക്കണമെന്ന ഇവരുടെ ആവശ്യം വൈകി വന്ന വിവേകമാണെങ്കിലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇതിനെതിരെയെല്ലാം ശക്തമായി നിലകൊണ്ടത് BJP മാത്രമായിരുന്നു. തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെ നിഴലിൽ നിന്ന് മോചിതമാവുകയാണ്. വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP ഭരണസമിതി ഓരോ ഫയലും സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ആര്യ രാജേന്ദ്രന്റെ കാലത്തെ ഓരോ വഴിവിട്ട ഇടപാടുകളും ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് ഇടതുഭരണത്തിന്റെ പൊയ്മുഖം തകർക്കുകയാണ്. കമലേശ്വരം അഴിമതിയിൽ ആര്യ രാജേന്ദ്രൻ പ്രതിക്കൂട്ടിലാകുമോ? അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ കൂടുതൽ തലകൾ ഉരുളുമോ? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. നഗരസഭയുടെ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടാൽ
അനുവദിക്കില്ലെന്ന ഉറപ്പോടെ BJP ഭരണസമിതി മുന്നോട്ടു പോകുമ്പോൾ പഴയ കൈപ്പറ്റൽ ശീലങ്ങളുള്ളവർക്ക് ഇനി തലസ്ഥാനത്ത് ഇടമുണ്ടാകില്ലെന്നത് ഉറപ്പാണ്. ഒരു നഗരത്തിന്റെ വികസനവും ജനക്ഷേമവും ലക്ഷ്യമിടേണ്ട ഉന്നതമായ കസേരയിലിരുന്ന് കേവലം പാർട്ടി താൽപര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടക്കാർക്കും വേണ്ടി നഗരസഭയെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ കാഴ്ചയാണ് ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നഗരവാസികൾ കണ്ടത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പബ്ലിസിറ്റി സ്റ്റണ്ടിന് പിന്നിൽ ഒളിച്ചിരുന്ന അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഭീകര രൂപമാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത്. കമലേശ്വരം കൺവെൻഷൻ സെന്റർ കരാറിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നടത്തിയ ഈ കളി നഗരസഭയെ സ്വന്തം കുടുംബസ്വത്തായി കണ്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പദവിയുടെ മഹത്വമോ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമോ മനസ്സിലാക്കാതെ AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കണ്ണടച്ച് നടപ്പിലാക്കുന്ന ഒരു കളിപ്പാവയായി മേയർ പദവി അധപ്പതിപ്പിച്ചു എന്നതാണ് ആര്യ രാജേന്ദ്രൻ ചെയ്ത ഏറ്റവും വലിയ ക്രൈം. ജനവിധി അട്ടിമറിച്ച് പിൻവാതിലിലൂടെ കരാറുകൾ നൽകാൻ കാട്ടിയ ഈ ശുഷ്കാന്തി നഗരത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്. നഗരസഭയുടെ സുതാര്യതയും ജനാധിപത്യ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞ മുൻ ഭരണസമിതി അഴിമതിക്ക് തടസ്സമാകുന്ന സമിതികളെ നോക്കുകുത്തിയാക്കി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഫയലുകളിൽ ഒപ്പിടിക്കുകയായിരുന്നു. സാധാരണക്കാരൻ ഒരു വീടിന്റെ അനുമതിക്കായി നഗരസഭാ ഓഫീസുകളിൽ വരാന്തകൾ മാസങ്ങളോളം കയറിയിറങ്ങുമ്പോൾ മുൻ മേയറുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മണിക്കൂറുകൾക്കുള്ളിൽ ഫയൽ നീക്കുന്ന മാജിക്ക് കേരളം കണ്ടു. അഴിമതിയുടെ പര്യായമായി മാറിയ മുൻ ഭരണസമിതിയെയും അതിന് നേതൃത്വം നൽകിയവരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം. തലസ്ഥാന നഗരിയുടെ അന്തസ്സ് കെടുത്തുകയും വികസനം മുരടിപ്പിലേക്ക് നഗരത്തെ തള്ളിവിടുകയും ചെയ്ത ഇത്തരം മേയർ ഭരണങ്ങൾ ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. BJP ഭരണസമിതി ഉയർത്തുന്ന ഓരോ ചോദ്യത്തിനും മുന്നിൽ ഉത്തരമില്ലാതെ തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന ഇടതുപക്ഷത്തിന് കമലേശ്വരം അഴിമതിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാനാകില്ല. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ ഓരോന്നായി വെളിച്ചം കാണുമ്പോൾ മാതൃകാ നഗരം എന്ന അവകാശവാദം വെറും പൊള്ളയാണെന്ന് തെളിയുകയാണ്. ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നടന്നത് കേവലം ഒറ്റപ്പെട്ട അഴിമതികളല്ല, സിസ്റ്റത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ള സംഘടിത കൊള്ളയായിരുന്നു. കമലേശ്വരം കരാർ വിവാദം ഭരണസിരാ കേന്ദ്രങ്ങളിൽ സൃഷ്ടിച്ച ചലനങ്ങൾ അത്ര വേഗത്തിൽ അടങ്ങില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വികസനത്തെക്കുറിച്ച് വാചാലരാകുകയും പിന്നാമ്പുറത്ത് ഇഷ്ടക്കാർക്കായി ഖജനാവ് തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. പക്വതയില്ലാത്ത തീരുമാനങ്ങളും പാർട്ടി അടിമത്തവും ഒരു ഭരണകൂടത്തെ എങ്ങനെ നശിപ്പിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ആര്യ രാജേന്ദ്രന്റെ ഭരണകാലം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. BJP ഭരണസമിതി ഉയർത്തുന്ന ഈ പോരാട്ടം വെറുമൊരു രാഷ്ട്രീയ ആരോപണമല്ല, തലസ്ഥാനത്തെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം കൂടിയാണ്. VV രാജേഷിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയ നഗരസഭയിലെ അഴിമതിയുടെ വേരറക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണം സെക്രട്ടറിയുടെ കൈകളിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളും പുറത്തുവരും. രാഷ്ട്രീയ സംരക്ഷണത്തിൽ എന്തുമാകാമെന്ന് കരുതിയവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ അന്വേഷണ പ്രഖ്യാപനം. വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ പുറത്തു വരുന്നതോടെ മുൻ ഭരണസമിതിയിലെ പ്രമുഖർ പ്രതിക്കൂട്ടിലാകുമെന്നത് ഉറപ്പാണ്. അഴിമതിയുടെ ദുർഗന്ധം വമിക്കുന്ന ഫയലുകൾ ഓരോന്നായി പൊടി തട്ടിയെടുക്കുമ്പോൾ തലസ്ഥാനത്തെ ജനങ്ങൾ ചോദിക്കുന്നതൊന്നേയുള്ളൂ, ഇതിലും വലിയ എത്രയോ പകൽക്കൊള്ളകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നത്. നഗരസഭയുടെ ഓരോ പൈസയും തിരികെ പിടിക്കുന്നതുവരെയും കുറ്റവാളികളെ അഴിക്കുള്ളിലാക്കുന്നതുവരെയും BJP ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അഴിമതിയുടെ കോട്ടകൾ തകരുന്ന കാഴ്ചയ്ക്കാണ് ഇനി തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.